ഇന്നത്തെ നമ്മുടെ ലെസൺ ആസ് ഫോർ. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. ആസ് ഫോർ എന്നതിൻ്റെ മീനിങ് റിഗാർഡിങ്, വിത്ത് റിഗാർഡ് ടു, വിത്ത് റെഫറൻസ് ടു, അതിനെ സംബന്ധിച്ച്, അതിനെ പറ്റി എന്നൊക്കെ പറയില്ലേ, അതാണ് ആസ് ഫോർ. ആസ് ഫോർ ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോബിനെ സംബന്ധിച്ച്. ആസ് ഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബിസിനസ്, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ആസ് ഫോർ മീ എന്നെ സംബന്ധിച്ച്. ആസ് ഫോർ ജോൺ ജോണിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മളൊരു മൂവി കണ്ടു, ആ മൂവിയെപ്പറ്റി നമ്മൾ ഒരു റിവ്യൂ പറയുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്, ക്യാമറ, എഡിറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ആസ് ഫോർ ദ സ്റ്റോറി ദർ ഈസ് നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. ആസ് ഫോർ ദ സ്റ്റോറി, അതിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണെങ്കിൽ ദർ ഈസ് നത്തിങ് ന്യൂ ഇൻ ഇറ്റ്, അതിനകത്തൊന്നും പുതിയതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ആസ് ഫോർ ദ സ്റ്റോറി. ഇനി നമ്മളൊരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്. അപ്പോൾ ഐ ലവ് ദ ട്രിപ്പ്, ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആസ് ഫോർ ദ ഹോട്ടൽ വി സ്റ്റേഡ് ഇറ്റ് വാസ് ഹോറിബിൾ. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു, നമുക്ക് വളരെ മനോഹരമായ സ്ഥലമാണ്. ഐ ലവ് ദ ട്രിപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആസ് ഫോർ ദ ഹോട്ടൽ വി സ്റ്റേഡ്, അവിടെ താമസിച്ച ആ ഒരു ഹോട്ടൽ അത് അത്ര നന്നായിരുന്നില്ല, വളരെ മോശം, നമുക്ക് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. അതാണ് ആസ് ഫോർ ദ ഹോട്ടൽ. ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്നൊക്കെയുള്ള മീനിങ് ആണ് ആസ് ഫോർ ഉപയോഗിക്കുമ്പോൾ വരുന്നത്. The thief was caught by the police almost immediately. As for the stolen goods, they were found in a dustbin. The thief was caught almost immediately. കള്ളനെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു. As for the stolen goods, they were found in a dustbin. മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതെല്ലാം ഡസ്റ്റ്ബിന്നിൽ കണ്ടു. They were found in a dustbin. As for the stolen goods, മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ, all are here. But as for John, he will arrive late. എല്ലാവരും ഇവിടെയുണ്ട്. All are here. As for John, he will arrive late. ജോണിനെ സംബന്ധിച്ചാണെങ്കിൽ അവൻ ലേറ്റായിട്ടേ വരികയുള്ളൂ, അവൻ ലേറ്റായിട്ട് വരും. ആസ് ഫോർ ജോൺ. ഇപ്പോൾ ആസ് ഫോർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആസ് ഫോർ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ച ആ വേർഡ്സൊക്കെ. ആസ് ഫോർ സ്റ്റോളൻ ഗുഡ്സ്, ആസ് ഫോർ ജോൺ, ആസ് ഫോർ ദ സ്റ്റോറി, ഇങ്ങനെയൊക്കെയല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ അതൊക്കെ നൗണാണ്. അപ്പോൾ ആസ് ഫോർ കഴിഞ്ഞ് നമുക്ക് ഒരു നൗൺ ഉപയോഗിക്കാം. ഇനി നൗൺ അല്ലെങ്കിൽ നമുക്കൊരു പ്രോനൗൺ ഉപയോഗിക്കാം. ആസ് ഫോർ മീ, ഐ ലൈക്ക് ടു സിറ്റ് അറ്റ് ഹോം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മൈ ഫ്രണ്ട്സ് ലൈക്ക് ടു ഗോ ഔട്ട്. ബട്ട് ആസ് ഫോർ മീ, ഐ ലൈക്ക് ടു സിറ്റ് അറ്റ് ഹോം. ഇവിടെ മൈ ഫ്രണ്ട്സ് ലൈക്ക് ടു ഗോ ഔട്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നു. ബട്ട് ആസ് ഫോർ മീ, ഐ ലൈക്ക് ടു സിറ്റ് അറ്റ് ഹോം. പക്ഷേ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആസ് ഫോർ മീ, മീ ആണ് അവിടെ ഉപയോഗിച്ചത്, ഒരു പ്രോനൗൺ ഉപയോഗിച്ചു. ആസ് ഫോർ മീ, ഐ ലൈക്ക് ടു സിറ്റ് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് ആസ് ഫോർ കഴിഞ്ഞ് നൗൺ ഉപയോഗിക്കാം, പ്രോനൗൺ ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഒരു ജെറണ്ട് ഉപയോഗിക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ. ഒരു വെർബിൻ്റെ ബേസ് ഫോമിനോട് കൂടി ING ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ജെറണ്ട് അല്ലെങ്കിൽ വെർബൽ നൗൺ. ആസ് ഫോർ ബിസിനസ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, അതൊരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബിസിനസ് എന്നാണ് ഉപയോഗിച്ചത്, അതൊരു നൗണാണ്. ആസ് ഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്, ആസ് ഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയാണെങ്കിൽ
ഞാൻ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല അതൊരു നല്ല ഐഡിയ ആണെന്ന്. ഇവിടെ ആസ് ഫോർ സ്റ്റാർട്ടിങ് എന്നാണ് ഉപയോഗിച്ചത്. സ്റ്റാർട്ട് പ്ലസ് ING സ്റ്റാർട്ടിങ്. അവിടെ ഒരു ജെറണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ജെറണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ആസ് ഫോർ കഴിഞ്ഞ് നൗൺ ഉപയോഗിക്കാം, പ്രോനൗൺ ഉപയോഗിക്കാം, ജെറണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ആസ് ഫോർ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള സംശയമൊക്കെ മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.